ഹായ്, നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നൊരു കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ സ്കൂളിൽ തന്നെ ഒരു 8ാം ക്ലാസ്സിലൊക്കെ കേട്ടുള്ള കാര്യമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ -b+or-√(b²-4ac/2a) നിങ്ങൾ കേട്ട് പേടിക്കണ്ട. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും സ്കൂളിൽ പഠിക്കുമ്പോൾ, ഇല്ലേ? അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ ആ ഇക്വേഷൻസൊക്കെ നിങ്ങൾ മറന്നേക്കും. ഞാൻ വഴി പഠിപ്പിച്ചോളാം അതൊക്കെ എന്തൊക്കെയാണെന്ന് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു ഇക്വേഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി 2 ഉള്ള ഇക്വേഷനുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. അതിൻ്റെ ഒരു എഴുതുന്ന രീതി ax² + bx + c = 0. ഇതാണ് അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന a, b, c എന്നൊക്കെ പറയുന്നത് ഓരോ സംഖ്യകളാണ്, റിയൽ നമ്പറുകളായിരിക്കും നമ്മളവിടെ ഉപയോഗിക്കാൻ പോണത്. ഞാൻ കുറച്ച് ഉദാഹരണം എഴുതാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്, ഈ ABC-യിൽ a ഒരിക്കലും എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ a 0 ആയിക്കഴിഞ്ഞാൽ ഈ ടേം മൊത്തത്തിൽ അങ്ങ് എന്തായിപ്പോവും? ക്യാൻസലായിപ്പോയി. മിച്ചം നമുക്ക് എന്തേ വരത്തുള്ളൂ? bx + c = 0 എന്നായിപ്പോവും. അപ്പോൾ ഇത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. ഇത്തരം ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ലീനിയർ ഇക്വേഷൻ. കാരണം ഇതിൻ്റെ ഡിഗ്രി എന്തായിപ്പോയി? 1 ആയിപ്പോയി. അപ്പോൾ ഇതല്ല നമ്മുടെ ടോപ്പിക്. നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം. അപ്പോൾ എക്സാമ്പിൾ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പരിചയം വരും. കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ഇപ്പം x² + 4x + 3 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഓക്കെ, ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? 1, ബിയുടെ സ്ഥാനത്ത് ആരാ? 4 അല്ലേ, ഇതാണ് ബി. സിയുടെ സ്ഥാനത്ത് ആരാ? 3. അപ്പോൾ എയുടെ സ്ഥാനത്ത് 1. കണ്ടോ, x² എന്നുള്ള ടേം, ഇങ്ങനെ സ്ക്വയർ എന്നുള്ള ടേം വരുന്ന സാധനം. ഓക്കെ, അപ്പോൾ അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. പരമാവധി സ്ക്വയർ വരെ, അതിന് മേളിൽ വരില്ല കേട്ടോ. ഇപ്പോൾ എക്സിൻ്റെ സ്ക്വയർ വരെ വരണം. x³ എന്നൊന്നും വരാൻ പാടില്ല. x³ എന്നോ x⁴ എന്നോ ഇതൊന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ള സാധനങ്ങളൊന്നും വരാൻ പാടില്ല. തുടങ്ങുന്നത് x² ഉള്ള ടേമിലായിരിക്കണം തുടങ്ങുന്നത്. കോഎഫിഷ്യൻസ് വരാം. ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേറെ എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ 3x² - 4x + 5 = 0. ഇവിടെ നിങ്ങൾ നോക്കിയേ, x² എന്ന് പറയുന്ന സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ കോഎഫിഷ്യൻസ് നോക്കിയേ. എയുടെ സ്ഥാനത്ത് ആരാ? 3, ബിയുടെ സ്ഥാനത്ത് ആരാ? -4. കണ്ടോ, ഇവിടുത്തെ മൈനസ് കൂടെ നോക്കണം കേട്ടോ. -4. സിയുടെ സ്ഥാനത്ത് ആരാ? 5. പിടിക്കുക. ഇനി വേറെ എക്സാമ്പിൾ കൂടെ നോക്കിയേക്കാം. 3x² + 2x - 3 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. കാരണം നോക്കി, x² എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് 3. x² കോഎഫിഷ്യൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? a. എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? b. അത്രയാണ് 2. ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ കോൺസ്റ്റൻറ്റ്, അതാരാ? ഒറ്റയ്ക്ക് നിൽക്കുന്ന ആരാ ഇവിടെ? -3. ചിഹ്നം കൂടെ പറയണം. പ്ലസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ a = +3 +2 എന്നൊന്നും എടുത്ത് പറയാത്തത് കേട്ടോ. മൈനസ് വരുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നും എന്താണ് അതിൻ്റെ എക്സാമ്പിൾ എന്നും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിക്കാം. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോണ കാര്യം കേട്ടോ. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, എങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യം എന്താണ് റൂട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പം കുറച്ച് എക്സാമ്പിൾസ് എഴുതിയല്ലോ. ഇപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ നിന്നുകൊണ്ട് എഴുതാം. x² + 4x + 3 = 0. ഇതിൽ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വില നമുക്കറിയാം. ഇതൊരു അൺനോൺ അല്ലേ. എക്സ് എന്ന് പറയുന്നൊരു വേരിയബിളോ അല്ലെ അൺനോണോ അറിയാത്തൊരാൾ. ഓക്കെ, ഈ എക്സിന് ഏത് സംഖ്യ കൊടുക്കുമ്പോഴാണ് ഇത് =0 കിട്ടുന്നത്? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സിന് 0 എന്ന് പറയുന്ന വില കൊടുത്തു. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? 0² + 4 × 0 + 3 എത്ര കിട്ടും?
3 എന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഈക്വൽ ടു 0 വരുന്നുണ്ടോ? ഇല്ല, ഈക്വൽ ടു 0 വരുന്നില്ല. അപ്പോൾ നമുക്കത് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ എക്സിന് വേറെ ഏതെങ്കിലും വില കൊടുക്കൂ. ഇപ്പം നിങ്ങൾ എക്സിന് 1 എന്ന് പറയുന്ന വില കൊടുക്കൂ. അപ്പോൾ എക്സിന് 1 കൊടുത്താൽ അതിന് എന്ത് വരും? 1² പ്ലസ് 4 × 1 പ്ലസ് 3. ഇതെല്ലാം കൂടെ കൂട്ടി എത്ര വരും? 1 4 × 1 4 4 3 7 1 8 വരും. ഓക്കെ, അപ്പോൾ അത് 0 വരുമോ? അതും 0 വരത്തില്ല. ഇനി എക്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, -1 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? -1² പ്ലസ് 4 × -1 പ്ലസ് 3. എത്ര വരും? -1² 1 4 × -4 പ്ലസ് 3. ഇത് കൂട്ടിക്കേ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 0. അപ്പോൾ അത് ഈക്വൽ ടു 0 തന്നെയാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഇക്വേഷൻ്റെ വില ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടുന്നത്? 0 കിട്ടുന്നത്. അപ്പോൾ ഈക്വൽ ടു 0 തരുന്നത് ഏത് വില കൊടുക്കുമ്പോഴാണോ? ഇവിടെ എക്സ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈക്വൽ ടു 0 വരുന്നത്. അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റൂട്ട്, അല്ലേ? റൂട്ട് ഓഫ് ആൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ജനറലി പറയുകയാണെങ്കിൽ f(x) എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2 ഞാൻ മറ്റേ നിരത്തി പിടിച്ച x² + bx + c എന്ന് എഴുതുന്നതിന് പകരം ഷോർട്ടായിട്ട് എഴുതിയതാണ് എന്ത്? f(x) എന്ന് പറയുന്നത്. ഈ f(x) എന്ന് പറയുന്ന ഇക്വേഷൻ, f(x = 0) എന്ന് പറയുന്ന ഇക്വേഷൻ, ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു പ്രത്യേക വില, ഇപ്പോൾ നിങ്ങൾ കണ്ടത് അവിടെ -1 ആയിരുന്ന പ്രത്യേകതയുള്ള വില. അപ്പോൾ x = a കൊടുക്കുമ്പോൾ f(a)യുടെ വില 0 കിട്ടിയെന്നിരിക്കട്ടെ. ഓക്കെ, f(a) 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എ എന്ത് വിളിക്കാം? റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. ഇപ്പം നോക്കിയേ, മുകളിൽ കണക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി ഓരോ തവണയും ഞാൻ ഓരോ വില കൊടുക്കും. ആദ്യം 0 കൊടുത്തു നോക്കി, പിന്നെ ഞാൻ 1 കൊടുത്തു നോക്കി, പിന്നെ ഞാൻ -1 കൊടുത്തു നോക്കി. ഇത് കുറച്ച് പണിയില്ലേ? അപ്പോൾ എപ്പോഴും നമുക്ക് എല്ലാ കണക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോ തവണ ഓരോ വില ഇട്ടിട്ട് ഇങ്ങനെ നോക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. സോ അതിന് നമുക്കൊരു കോമൺ മെത്തേഡ് വേണം, അല്ലേ? ഒരു കോമൺ മെത്തേഡ് വേണം. ആ കോമൺ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക്. അതിൻ്റെ പേരാണ് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്, സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പം നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു. ജനറൽ ഫോം ഞാൻ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ax² + bx + c = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറൽ ഫോം. ഒരു കാര്യം കൂടെ പറയാം, a ≠ = 0. ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 റൂട്ട് ഉണ്ടാവും കേട്ടോ. റൂട്ട്സ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് 2 റൂട്ട് ഉണ്ടാവും. എത്ര ഉണ്ടാവും? 2 റൂട്ട്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇല്ല, അപ്പോൾ ഡിഗ്രി 2 ഉള്ളൊരു ഇക്വേഷന് 2 റൂട്ട് ഉണ്ടാവും. ആ റൂട്ട്സ് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് -b + √(b² - 4ac/2a) എന്നുള്ളതും, രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് -b - √(b² - 4ac/2a. കേട്ടോ, ഇതാണ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത്. -b ± എന്ന് ഒറ്റയടിക്ക് നമ്മൾ സ്കൂളിൽ പറയും. ഞാനിപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. -b + √(b² - 4ac/2a) എന്ന് ആദ്യം എഴുതി, പിന്നെ ഞാൻ -b - √(b² - 4ac/2a) എന്ന് രണ്ടാമത് എഴുതി. ഇങ്ങനെ രണ്ടായിട്ട് എഴുതണമെന്നില്ല, ± കൊടുത്താലും അത് നിങ്ങൾക്ക് ഓക്കെ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എഴുതിയാലും മതി കേട്ടോ. ഇതൊക്കെ. അപ്പോൾ നമുക്കൊരു 2 കണക്കൂടെ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. സോൾവ് 6x² + x - 2 = 0. ഇതിനെ സോൾവ് ചെയ്യാനാണ് ചോദ്യം. സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ചെയ്യേണ്ടത് ഏതാ? ഇതിൻ്റെ a എത്രയാണെന്ന് എഴുതുക. x² കോഷ്യൻ്റാണ് നമ്മൾ a എന്ന് വിളിക്കുന്നത്, അപ്പോൾ അത് 6. എക്സിൻ്റെ കോഷ്യൻ്റാണ് നമ്മൾ b എന്ന് വിളിക്കുന്നത്. എക്സിൻ്റെ കോഷ്യൻ ഇവിടെ ആരും ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1. ഇനി കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ആളെയാണ് നമ്മൾ c എന്ന് വിളിക്കുന്നത്. അതാരാ? അതിന് ചിഹ്നത്തിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് -2 എന്ന് നമ്മൾ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാം. റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടേ നമുക്ക് ആദ്യം ആ b² - 4ac അങ്ങ് കണ്ടുപിടിച്ച് വെക്കാം. അപ്പം നിങ്ങൾക്ക് റൂട്ടിൻ്റെ അകത്ത് കൊടുക്കുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. b² - 4ac എത്ര വരും? 1² - 4ac. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1² 1 വരും,
രണ്ട് മൈനസ്, ഇവിടെ ഈ ഒരു മൈനസ് കൊണ്ട് ഈ ഒരു മൈനസ് കൂടെ ചെന്നിട്ട് അത് പ്ലസ് ആകും. അപ്പോൾ 6 4 24, 24 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 48, 48ഉം 1ഉം 49. ഇത് റൂട്ടല്ല കേട്ടോ, ആ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എഴുതിയ സാധനം. അപ്പോൾ ആക്ച്വലി നമ്മുടെ റൂട്ട്സ് എന്ന് വെച്ചാൽ ആരാ? റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ മൈനസ് ബി ഒന്നിച്ച് ഞാൻ എഴുതിക്കോട്ടെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് 2 തവണ എഴുതുന്നതിന് പകരം b² മൈനസ് 4ac ബൈ 2a. ഇനി നമുക്ക് കൊടുത്തു നോക്കാം. അപ്പം മൈനസ് ബി എന്നുള്ള എന്ത് വരും? -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 ബൈ 2a എന്നുള്ളത് 6. അപ്പോൾ എന്ത് വരും ഇത്? -1 പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 49 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7. 2 നമുക്ക് 12. ഇനി നമുക്ക് വേണമെങ്കിൽ ഇനി രണ്ടായിട്ട് എഴുതാം. ആദ്യം -1 പ്ലസ് 7/12, -1 പ്ലസ് 7/12 ഒരെണ്ണം. അടുത്ത ഏതാ? -1 മൈനസ് 7/12 രണ്ടാമത്. അപ്പോൾ അത് എത്ര വരും? -1 പ്ലസ് 7 എന്ന് വെച്ചുമ്പോൾ 6/12 എന്ന് വരും. 6/12 അതിന് വേണമെങ്കിൽ 1/2 എന്ന് എഴുതാം. ഇത് കൂട്ടുമ്പോഴത്തേക്ക് -8/12 എന്ന് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് റൂട്ട്സ്. വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇതിനെ 1/2 ആൻഡ് -2/3 എന്ന് എഴുതാം. 4 കൊണ്ട് വെട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട്സ്. രണ്ട് റൂട്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഒരു പരിപാടി. ഇനി നമുക്ക് അടുത്ത കണക്ക് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ചോദ്യം ഇതാണ്, 2x² പ്ലസ് x മൈനസ് 1 ഈക്വൽ ടു 0. ഇതിനെ സോൾവ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ എ എടുത്ത് എഴുതുക, a2, ബി എക്സിൻ്റെ കോഷ്യൻ ഒന്നുമില്ല 1, സി ആരാ? -1. നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? b² മൈനസ് 4ac സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇടയ്ക്കിട്ട് പിന്നെ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. ഈ b² മൈനസ് 4ac ഒരു പേരുണ്ട് കേട്ടോ, ഒരു പ്രത്യേക പേരുണ്ട്. ഡിസ്ക്രിമിനൻറ്റ് എന്നൊരു പേരുണ്ട് കേട്ടോ. തൽക്കാലം നിങ്ങൾ കേട്ടോ, ഡിസ്ക്രിമിനൻറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ. അപ്പം അത് കണ്ടുപിടിക്കാം. b² മൈനസ് 4ac കൂട്ടിക്കഴിഞ്ഞാൽ 4 × 8 പ്ലസ് വരും. അപ്പം 1 + 8 അത്ര വരും? 9 എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. ഇക്വേഷൻ തരുമോ? റൂട്ട്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. അപ്പോൾ -b -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 ബൈ 2a എന്നുള്ളത് 2. അപ്പം -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എന്ന് പറയുന്നത് 3, ഈ 2 4. അപ്പോൾ ഇനി എഴുതാം -1 പ്ലസ് 3, -1 പ്ലസ് 3/4ഉം അടുത്ത ഏതാ? -1 മൈനസ് 3/4. അപ്പം -1 പ്ലസ് 3 എന്നുള്ളത് 2 വരും. അപ്പോൾ 2/4, 2/4 എത്രയാണ്? 1/2. ഇതെത്ര വരും? -4/4 അത്രയാണ്? -1. അപ്പോൾ നമുക്ക് 2 റൂട്ട് കിട്ടും. 1/2 എന്ന് പറയുന്നതും അടുത്ത എത്ര കിട്ടും? -1 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട്സ് കണ്ട് പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി. ഓക്കെ.